ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭക്തരുള്ള ഭഗവാന്മാരിൽ ദൈവങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനമാണ് ഹനുമാൻ സ്വാമിക്കുള്ളത്. ആ ഹനുമാൻ സ്വാമി ലോകത്തെമ്പാടും നിറഞ്ഞു നിൽക്കുകയാണ്, ഭാരതത്തിൽ മാത്രമല്ല. ഹനുമാൻ ചാലിസ എത്രയധികം പേർ കേട്ടു എന്ന് ചെറുതായി യൂട്യൂബിൽ നോക്കിയാൽ അറിയാം ആ ഭഗവാന്റെ പേരും പെരുമയും എവിടെയാണ് കിടക്കുന്നത് എന്ന്. പലർക്കും പല രീതിയിലാണ് ഹനുമാൻ സ്വാമിയെ സുഹൃത്തായിട്ട് കാണാറുണ്ട്, ഭഗവാനായിട്ട് തന്നെ കാണാറുണ്ട്. അങ്ങനെ പല രീതിയിലും ഭക്തിയാദരവോടെ സ്തുതിക്കുന്ന ഈ ഹനുമാൻ സ്വാമി, നമ്മൾ എപ്പോഴും ഹനുമാൻ എന്ന അത്രയും സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഹനുമാൻ സ്വാമിയുടെ യഥാർത്ഥ പേര് ഹനുമാൻ എന്ന് പോലുമല്ല എന്ന് എത്ര പേർക്കറിയാം? യഥാർത്ഥത്തിൽ അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പേരെന്താണ്? പിന്നെ എങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ എന്നുള്ള പേര് വന്നു? ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഹനുമാൻ സ്വാമിയുടെ അമ്മ അഞ്ജന അമ്മ അപ്സര സ്ത്രീയായിരുന്നു. അമ്മയ്ക്ക് ഒരു ശാപം കിട്ടിയാണ് വാനര സ്ത്രീയായി ജനിക്കുന്നത്. അത് കഴിഞ്ഞ് കേസരിയെ, ഒരു വാനര രാജാവായിരുന്ന കേസരിയെ വിവാഹം ചെയ്യുന്നത്. അതിനുശേഷം ഒരു നീണ്ട തപസ് തന്നെ അമ്മ നിറവേറ്റുകയാണ്. ഒരു വലിയ തപസ്, ഭഗവാൻ ശങ്കര ഭഗവാൻ രുദ്രഭഗവാനെ നോക്കി ഒരു വലിയ തപസ് തന്നെ അമ്മ ചെയ്യുന്നു. ആ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ ശിവൻ ഒരു ദിവ്യനായിട്ടുള്ള പുത്രന് ജന്മം നൽകാൻ നിനക്കാകട്ടെ എന്നുള്ള വരദാനവും നൽകുന്നു. അങ്ങനെ ആ വരം കിട്ടിയതിനു ശേഷമാണ്, പിന്നെ നമ്മൾക്കറിയാം ഒരു അമൃത്, അങ്ങനെയൊക്കെ ഒരുപാട് കഥയുണ്ട്, വായുദേവന്റെ കഥയുണ്ട്. അതെല്ലാത്തിനും ശേഷം ഭഗവാൻ ഹനുമാൻ സ്വാമി ജന്മം എടുക്കുന്നു. സാക്ഷാൽ രുദ്രന്റെ അംശമായി, രുദ്രാംശമായാണ് ഭഗവാൻ ഹനുമാൻ സ്വാമി ജന്മമെടുക്കുന്നത്. രുദ്രാംശം എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഭഗവാൻ ഏതംശമാണെന്ന് ചോദിച്ചാൽ രുദ്രാംശമാണ്. അപ്പോൾ രുദ്രാംശമായി ജനിക്കുന്ന ആ ദിവ്യ തേജസ്സായിട്ടുള്ള ഹനുമാൻ സ്വാമി, ആ ഹനുമാൻ സ്വാമിക്ക് എങ്ങനെയാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നത്? അതിനു മുൻപ് ഭഗവാന്റെ പേരെന്തായിരുന്നു? ഭഗവാൻ ജനിക്കുമ്പോൾ അഞ്ജന അമ്മ കൊടുത്ത പേരെന്താ? അഞ്ജന അമ്മ ഹനുമാൻ സ്വാമിക്ക് കൊടുത്ത പേര് സുന്ദരൻ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡം എന്നുള്ളൊരു പോർഷൻ പോലുമുള്ളത്. അങ്ങനെയൊരു ഭാഗം പോലുമുണ്ട്. ബാക്കി ഏത് കാണ്ഡം എടുത്തു നോക്കിയാലും, അത് അയോധ്യ കാണ്ഡമാണെങ്കിലും യുദ്ധകാണ്ഡമാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാണ്ഡം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഹീറോ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് എപ്പോഴും രാമഭഗവാനാണ്. പക്ഷേ ഒരേ ഒരു സ്ഥലത്ത് മാത്രം, ഒരേ ഒരു കാണ്ഡത്തിൽ മാത്രമേ ഉള്ളൂ ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ മറ്റൊരു ദേവത നായകനായിട്ടുള്ളത്. ബാക്കി ഏത് കാണ്ഡം പരിശോധിച്ചാലും അവിടെയെല്ലാം ശ്രീരാമനാണ് നായകൻ. അപ്പോൾ അത്രത്തോളം ഹനുമാൻ സ്വാമിക്ക് രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സുന്ദരൻ എന്നുള്ള പേരിലാണ്. ആ സുന്ദരകാന്ഡത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, സുന്ദരമാണ് ഈ അധ്യായം, സുന്ദരനാണ് രാമൻ, സുന്ദരമാണ് ഈ കഥ, സുന്ദരമാണ് സീതാദേവി, സുന്ദരമാണ് അശോകവനം, സുന്ദരമാണ് ആ കവി ഹനുമൻ എന്നാണ് സുന്ദരകാന്ഡത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഹനുമാന്റെ പേര് സുന്ദരൻ എന്നാണ്, അല്ലെങ്കിൽ സുന്ദർ. അപ്പോൾ ആ സുന്ദര ഭഗവാൻ പിന്നെ എങ്ങനെയാണ് ഹനുമാൻ എന്നറിയപ്പെട്ടത്? നമ്മൾക്കറിയാം, അഞ്ജന അമ്മ പറഞ്ഞിരുന്നു, ഈ വനത്തിൽ ഏത് ഫലം പഴുത്തതായും ചുമന്നതായും കണ്ടാൽ നീ അത് ഭക്ഷിച്ചുകൊള്ളൂ, അത് നിന്റെ ഭക്ഷണമാണ്. അപ്രകാരം അത് വിശ്വസിച്ചുകൊണ്ട് ജുഗസഹസ്രജോ ജനുപരുഭാനു ലീലിയോ താഹി മധുരഫല ജാനു എന്ന് ഹനുമാൻ ചാലിസയിൽ പറയുന്നത് പോലെ അത്രയും ദൂരം താണ്ടി ഭഗവാൻ ഹനുമാൻ സ്വാമി ആ ഫലമാണ് എന്ന് കരുതി ആ സൂര്യനെ ഭക്ഷിക്കാൻ, സൂര്യൻ ഫലമാണെന്ന് കരുതി, ഒരു ചുമന്ന് തൊടുത്ത പഴുത്ത ഫലമാണെന്ന് കരുതി ഭക്ഷിക്കാൻ പോകുമ്പോൾ അത് കണ്ട് ഭയന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തെറ്റല്ലേ എന്ന് ഭയന്ന ഇന്ദ്രൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വജ്രായുധം ഹനുമാൻ സ്വാമിക്ക് നേരെ പ്രയോഗിച്ചു. ആ പ്രയോഗമേറ്റ് ഹനുമാൻ സ്വാമിയുടെ താടിയെല്ലിന് പരിക്ക് പറ്റി. ഈ താടിയെല്ലിന് പരിക്ക് പറ്റിയതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു താടിയെല്ലിനൊരു വ്യത്യാസം സംഭവിച്ചു. സാധാരണ ഭഗവാന്റെ ആ രൂപത്തിൽ നിന്ന് ഈ വജ്രായുധമേറ്റതുകൊണ്ട് ആ ഭാഗത്തിനൊരു, അല്ലെങ്കിൽ ആ ഒരു താടിയെല്ല് വ്യത്യസ്തപ്പെട്ടു. അതുകൊണ്ട് ഹനു എന്ന് പറഞ്ഞാൽ എന്താണ്? താടിയെല്ല്. അത് ഇത്തിരി വ്യത്യസ്തപ്പെട്ടു, അല്ലെങ്കിൽ ഇത്തിരി വ്യത്യാസം സംഭവിച്ചു ആ താടിയെല്ലിന്. അതുകൊണ്ട് ഹനുമാൻ മന്ത്, അങ്ങനെ ഹനുമന്ത് എന്നുള്ള പേരിൽ ഹനുമാൻ സ്വാമി പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. നമ്മൾക്കറിയാം, ആ ഒരു വജ്രായുധമേറ്റതിന് ശേഷം വായു തന്നെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥ. കാരണം വായുപുത്രനാണ്. അപ്പോൾ വായുപുത്ര എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വായുവിൻ്റെ പുത്രനായതുകൊണ്ടാണ്. അതുപോലെ മാരുതി എന്ന് വിളിക്കാറുണ്ട്. മാരുത് എന്ന് പറഞ്ഞാൽ ആ വായുവിൻ്റെ പുത്രനായതുകൊണ്ട് മാരുതി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഞ്ജനേയൻ എന്ന് വിളിക്കാറുണ്ട്. അഞ്ജനാപുത്രനായതുകൊണ്ട് ആഞ്ജനേയൻ, അല്ലെങ്കിൽ അഞ്ജനസുതൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ കേസരി നന്ദൻ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്?
കേസരിയുടെ പുത്രനായതുകൊണ്ട് കേസരി നന്ദൻ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ അനേകായിരം പേരുകൾ ഭഗവാനുണ്ട്. ഈ പേരുകൾക്കെല്ലാം പ്രത്യേക മാനവും നമ്മൾ കൽപ്പിച്ച് കൊടുക്കാറുണ്ട്. പല അർത്ഥങ്ങളാണ്. പക്ഷെ ഹനുമാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഹനു എന്ന ആ താടിയലിന് വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹനുമാൻ എന്ന് വിളിക്കും, ഹനുമന്ത് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഭഗവാനെ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച വേറൊരു, ഹനുമാൻ എന്നല്ലാതെ വേറൊരു വാക്ക് വിളിക്കാറുണ്ട്, ഭജറംഗ് ബലി എന്ന് ഹനുമാൻ സ്വാമിയെ വിളിക്കാറുണ്ട്. എന്താണ് അതിനർത്ഥം? ഭജർ എന്ന് പറഞ്ഞാൽ വജ്രം, അതിൽ നിന്നാണ് ഭജർ എന്നുള്ള വാക്ക്. അപ്പോൾ വജ്രം പോലെ അംഗങ്ങൾക്ക് ബലമുള്ളവൻ, അങ്ക്, ഭജർ, അങ്ക്, ബലി എന്ന് പറഞ്ഞാൽ ബലമുള്ളത്. അപ്പോൾ ഭജർ അങ്ക് ബലി എന്ന് പറഞ്ഞാൽ ഭജറംഗ് ബലി, ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അത്രയും ശക്തിയും കരുത്തുമുള്ള ഭഗവാൻ. അങ്ങനെ അനേകായിരം പേരുകളാണ് ഭഗവാൻ. ശക്തനാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും, അതുപോലെ തന്നെ ഭക്തനാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അപ്പം അത്രയും വലിയ രാമഭക്തൻ, രാമദൂതൻ, എപ്പോഴും വലിയ ഭക്തർ, ഉയർന്ന ഭക്തർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഹനുമാൻ സ്വാമി, അതുപോലെ തന്നെ കലോ ചണ്ഡി വിനായകോ, ഗണപതി ഭഗവാൻ, ഈ രണ്ടു പേരെയും, വിനായക ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും വിളിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയെ. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉടലും ഒരു മൃഗത്തിൻ്റെതായ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെതായ ശിരസ്സും കൂടിയ ഭഗവാൻ, അതേത് ഭഗവാനാണെങ്കിലും ആ ഭഗവാൻ പെട്ടെന്ന് വിളി കേൾക്കും. അതുപോലെ വായുവേഗത്തിൽ വിളി കേൾക്കും. കലിയുഗത്തിൽ നമ്മളുടെ ഈ ഭൂമി വിട്ടു പോകാത്ത ചിരഞ്ജീവിയാണ് ഭഗവാൻ. അതുകൊണ്ട് എപ്പോഴും രാമനാമം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഭഗവാൻ ഉണ്ടായിരിക്കും. ഭഗവാനെ വിളിച്ചാൽ പല അസാധ്യ കാര്യങ്ങൾ പോലും നടത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പെരുമ കേട്ട ആ ഹനുമാൻ സ്വാമിയുടെ, ആ ബജ്റംഗ് ബലിയുടെ, ഹനുമാൻ എന്നുള്ള പേരിന് പിന്നിലെ കഥ ഇതാണ്. അഹോബിലം.